മേടിക്കുന്നത് 2025 മാർച്ച് മാസത്തിലാണ്. അതെ, ഈ ഡിവൈസ് ഞാൻ മേടിച്ചു കഴിഞ്ഞ് ഏകദേശം 2 ദിവസത്തിന് ശേഷം ആപ്പിൾ ഒരു അനൗൺസ് നടത്തി. എന്റെ ഹൃദയം തകർക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു അത്. എന്തെന്ന് പറയുമ്പോൾ ഇത് ഞാൻ 90,000 രൂപയ്ക്ക് മേടിച്ചപ്പോഴത്തേക്കും 90,000 രൂപയ്ക്ക് തന്നെ അവർ M4 ഇറക്കിയിരിക്കുന്നു. M3ക്ക് വില കൂടുതലായിരുന്നു, എന്നാൽ M4 ഇതേ പ്രൈസ് റേഞ്ചിൽ അവരിറക്കി. അല്ലെങ്കിലും ഇത്തരം തെണ്ടിത്തരത്തിൽ ആപ്പിൾ PhD. ഞാനത് റിട്ടേൺ ചെയ്യാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത് അതിനകത്ത് 2 കോർ കൂടുതലേ ഉള്ളൂ. M4ൽ M2ൽ നിന്ന് 2 കോർ കൂടുതൽ മാത്രമേ ഉള്ളൂ. കൂടാതെ വലിയ രീതിയിലുള്ള വ്യത്യാസം അനുഭവപ്പെടാൻ ചാൻസ് ഇല്ല. നമുക്കറിയാം ആപ്പിളിന്റെ ഐഫോൺ കഴിഞ്ഞ 3-4 വർഷമായിട്ട് സെയിം ഡിസൈനിൽ, സെയിം സോഫ്റ്റ്വെയറിൽ, ഡിഫറെന്റ് മാർക്കറ്റിംഗ് സ്റ്റൈലിലൂടെ നമ്മളിലേക്ക് സെയിം പ്രൊഡക്റ്റ് തന്നെ എത്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതും സെയിം തന്നെയായിരിക്കും. ആകപ്പാടെ 2 കോർ കൂടുതലേ ഉള്ളൂ. പിന്നെ ഒരു ഡെവലപ്പർ എന്ന രീതിയിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടും ഒരു പ്രോബ്ലം എനിക്ക് അനുഭവപ്പെട്ടിട്ടുമില്ല. സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്റെ എക്സ്പീരിയൻസ് ആണ് ആസ് എ ഡെവലപ്പർ, ആസ് എ പേഴ്സൺ ഹു യൂസ് AI ഓൺ ദിസ് ഡിവൈസ്. എനിക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. What you want from me? I can't focus on a single thing. What you want from me? ഇപ്പോൾ മാക്ബുക്കുകൾ, സത്യം പറയാം, ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും മികച്ച ഡിവൈസുകൾ തന്നെയാണ് മാക്ബുക്കുകൾ. ഐഫോൺ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനകത്ത ബാറ്ററി വളരെയധികം നല്ലൊരു ബാറ്ററിയാണ്. എന്തെന്ന് പറയുമ്പോൾ ഏകദേശം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം മൊത്തം VS കോഡിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി ഇതിന്റെ ചാർജ് ഫുള്ളായിട്ട് തീരത്തില്ല. കൂടാതെ ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് കാണാം. ഇതിന്റെ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണ്. എന്നാൽ കൂടിയും ഇതിന്റെ കളർ ആക്യുറസി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിന്റെ വാൾപേപ്പർ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെയധികം കളർ ആക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് ഇതിൽ ആപ്പിൾ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഡിവൈസ് ഞാൻ ഇതുവരെയും ഹീറ്റിംഗ് ഇഷ്യൂയോ ലാഗോ ഞാൻ സാധാരണ ഒരു കേസിൽ അനുഭവിച്ചിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ലാമ, അതായത് നമ്മളുടെ ChatGPT പോലത്തെ ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ വാട്സപ്പിലൊക്കെ ലാമയാണ് വരുന്നത്, ലാമ 3.4. സോ ഞാൻ ഇതിനകത്ത് ലാമ 3.2. സോ ഇപ്പോൾ 2 ബില്യൺ പാരാമീറ്റർ മോഡൽ എന്ന് പറയുമ്പോൾ വളരെയധികം വലുതും വളരെയധികം കോംപ്ലക്സുമായിട്ടുള്ള 2 GB ഒരു ആപ്ലിക്കേഷൻ ആണത്. സോ നിങ്ങൾക്കറിയാം, ഒലാമ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറയുകയാണ് ടെൽ മി എ സ്റ്റോറി, ടെൽ മി എ ചിൽഡ്രൻസ് സ്റ്റോറി. സോ ഞാനിപ്പോ ക്ലിക്ക് ചെയ്ത് ഒറ്റയടിക്ക് തന്നെ പെട്ടെന്ന് തന്നെ അത് റിപ്ലൈ തരികയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഈ പ്രൈസിന് കിട്ടുന്ന, ഞാൻ ഇത് 90,000 മേടിച്ചു. സോ ഈ പ്രൈസിന് കിട്ടുന്ന വിൻഡോസ് ലാപ്ടോപ്പ് ഏതിന് ഇത്രയും വേഗത്തിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും തന്നെ ഇല്ലാതെ റിപ്ലൈ തരാൻ സാധിക്കും? നിങ്ങൾ പറ, നിങ്ങൾക്ക് ഹീറ്റിംഗ് ഇഷ്യൂ, നമ്മളിപ്പോൾ വിൻഡോസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം വിൻഡോസ് ലാപ്ടോപ്പിൽ മിക്കതിലും ഫാൻ ഉണ്ടായിട്ട് കൂടി അതിന്റെ താഴത്തൊന്ന് കൈ വെച്ച് നോക്കിയാൽ നമുക്കറിയാം കൈ പൊള്ളും. ഞാനിപ്പോ വിൻഡോസും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ വിൻഡോസ് i3 പ്രോസസറിന്റെ ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് കമ്പനി ആവശ്യങ്ങൾക്കായിട്ട്. സോ അത് വളരെയധികം മോശം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗ്രാഫിക് കാർഡൊക്കെ വെച്ച് വരുന്നതാണെങ്കിൽ പറയുകയേ വേണ്ട. സോ അത്രയധികം മനോഹരമായ രീതിയിൽ തന്നെയാണ് ആപ്പിൾ ഈ ഡിവൈസ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നതും. സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ആവട്ടെ, കൂടാതെ ബാറ്ററി കപ്പാസിറ്റി ആവട്ടെ. ഞാൻ പറഞ്ഞു ബാറ്ററി കപ്പാസിറ്റി വളരെയധികം നല്ലതാണ്. ക്വാളിറ്റി സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല ഒരു ലാപ്ടോപ്പിലല്ല, ഒരു ഫോണിനെ അപേക്ഷിച്ചാലും ലാപ്ടോപ്പിനെ അപേക്ഷിച്ചാലും ഒരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി സൗണ്ടാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ട്രാക്ക് പാഡ്, റിയാലിറ്റി. ഇതിനകത്ത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നിൽക്കുന്ന പോലെ തോന്നും ട്രാക്ക് പാഡിൽ. പക്ഷെ അത് സ്വിച്ച് അല്ല, അതൊരു ഇങ്ങനെ നമ്മൾ സാംസങ്ങിന്റെ ഒക്കെ ഫോണിൽ കാണില്ല, ഒരു വൈബ്രേഷൻ, അതിന് പറയുന്നത് ഗസ്റ്റർ, അങ്ങനെ കണ്ടൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതായിട്ട് തോന്നും, ബട്ട് അത് ക്ലിക്ക് അല്ല, അതൊരു വൈബ്രേഷൻ ആണ്, ഒരു ടൈനി മോട്ടർ കറങ്ങി ഉണ്ടാക്കുന്ന വൈബ്രേഷൻ ആണ്. അതൊക്കെ വളരെ പ്യുവർ ഇൻസൈൻലി ഗുഡ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഡിവൈസ് ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഈ ഡിവൈസ് ഞാൻ ഓഫേ ചെയ്തിട്ടില്ല. ഞാൻ ഇതേപോലെ മടക്കി വെക്കും, എന്നിട്ട് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തുറക്കും. കട തെളിഞ്ഞില്ലേ, പെട്ടെന്ന് എത്ര സെക്കൻഡ് അത് എടുത്തു, ഞാൻ തുറന്ന ടൈമിന് തന്നെ അത് തെളിഞ്ഞു. ദാറ്റ് ഈസ് വാട്ട് ദ മാജിക് ഓഫ് ആപ്പിൾ. ഐ കോൾ ഇറ്റ് ആപ്പിൾ മാജിക്. സോ സത്യം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ ആപ്പിൾ ഫാൻ ബോയ് ആണ്. ഒരിക്കലുമല്ല, ഞാൻ ഐഫോണിന് വിരോധിയാണ്. ഐഫോൺ വളരെയധികം മോശമായിട്ട് തന്നെയാണ് അവർ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, അവർ അതിന്റെ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് ബാറ്ററിയുടെ കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ദിവസം VS കോഡ് ശനി ഞായറൊക്കെ ഞാൻ ഈ ഡിവൈസിലായിരിക്കും ഫുൾ ടൈം
VS കോഡ് രാവിലെ തുറന്നു കഴിഞ്ഞാൽ രാത്രിയിലാവുമ്പോഴും ഏകദേശം 20% ചാർജ് അതിനകത്തുണ്ടാവും. എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്തെങ്കിലും അറിയും. വേറെ ഒരു വിൻഡോസിന്റെ പറയാം, എൻ്റെ അനിയൻ്റെ ഒരു വിൻഡോസ് ഉണ്ട്, i5 പ്രോസസ്സറാണ്, ഏകദേശം അവന് 50,000 റുപ്പീസിന്റെ ഡിവൈസ് ആണ്. പക്ഷെ അത് ഓഫാക്കി കഴിഞ്ഞ് ചാർജറിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ 100% ചാർജിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിനാളെ അത് 0 അതിന്റെ ചാർജ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഇത്രയും പ്രൈസ് കൊടുത്ത് മേടിക്കുന്നു. അപ്പൊ ആ സെയിം പ്രൈസിൽ നമുക്ക് മാക്ബുക്ക് എയർ M1 കിട്ടുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കും, M1 ഇത്രയും നേരത്തെ വന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ, അത് എന്തുകൊണ്ട് മേടിക്കണം? പക്ഷേ എന്റെ ഫ്രണ്ട്സ് ആപ്പിൾ മൊബൈൽ iPhone 10 വരെ യൂസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഇപ്പോഴും അപ്ഡേറ്റ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോഴെന്ന് പറയുമ്പോൾ 2 വർഷം മുമ്പ്, 1 വർഷം മുമ്പ്, ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അപ്പോഴും അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഒരു ഉദാരമനസ്കത എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് പറയുമ്പോൾ അവര് ഇപ്പോ ഇത്രയും കൂടിയ പ്രൈസിനാണ് അവർ ഡിവൈസ് വിൽക്കുന്നത്. സോ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും അവര് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. എന്തെന്ന് പറയുമ്പോൾ അത്രയും പഴക്കമുള്ള ഡിവൈസിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ ഗെയിം കളിക്കാനൊക്കെ ആണെങ്കിൽ ഒട്ടും ശരിയാകത്തില്ല ഈ ഡിവൈസ്. എന്തെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഗ്രാഫിക് കാർഡ് ഇല്ല. ഇത് ആപ്പിളിന്റെ തന്നെ M2 ചിപ്പ് വെച്ചാണ് വരുന്നത്. M2 യെസ്, ഇറ്റ്സ് എ സിലിക്കൺ ചിപ്പ്. നമ്മൾ ഇന്റൽ എന്നൊക്കെ പറയുന്ന പോലെ, ഇന്റൽ AMD എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചിപ്പാണ്. പക്ഷെ ഇത് ആപ്പിൾ അവർക്ക് വേണ്ടി ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട പോലെ തന്നെ ഒപ്റ്റിമൈസ് ചെയ്ത് ഈ സിസ്റ്റത്തിന്റെ രീതിയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വിൻഡോസ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഇന്റൽ പ്രോസസർ ആയിരിക്കും തന്നെ, അല്ലെങ്കിൽ AMD പ്രോസസർ ആയിരിക്കും തന്നെ. ഇന്റലൊക്കെ അവരുടെ പ്രോസസർ ഇറക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാം കുറെ രീതിയിലുള്ള ലാപ്ടോപ്പുകൾക്ക് വേണ്ടിയായിരിക്കും. അത് ഏസറിന്റെ ആവാം, അസ്യൂസിന്റെ ആവാം, ലെനോവോയുടെ ആവാം, എന്തിന്റെ ആവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ പവർ റിക്വയർമെന്റ് ഉണ്ട്. ഇത് ഒത്തിരി പവർ ഉണ്ട്. ഈ M സീരീസ് ചിപ്പ് എന്ന് പറയുമ്പോൾ ആപ്പിളിന് മാത്രമായിട്ട് അവർ തന്നെ ഇറക്കുന്ന, അപ്പോൾ അവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അത് വളരെയധികം സൂപ്പർ ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്രയും ക്വാളിറ്റി വരുന്നത്. M1 നിങ്ങൾക്ക് ഇപ്പോഴും മേടിക്കാം, പക്ഷെ അതിനകത്ത് 8 GB റാം ആണുള്ളത്. അപ്പോൾ ബേസ് മോഡൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ 8 GB റാം എന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറച്ച് പ്രോബ്ലം ആവും. ഇപ്പൊ നിങ്ങൾ വീഡിയോ എഡിറ്റർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 16 GB കൂടുതൽ വേണം. 16 GB മിനിമം ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ, ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്ത ലാപ്ടോപ്പാണ് Acer Travelmate B311. ഓക്കെ, സോ ഈ ലാപ്ടോപ്പിനകത്ത് ഞാൻ Kali Linux ആണ് യൂസ് ചെയ്തത്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, വിൻഡോസ് അല്ല. സോ ഇതിൽ നിന്ന് ഈ ഡിവൈസിലേക്ക് മാറുമ്പോൾ, നമ്മൾ മാക്കിലേക്ക് മാറുമ്പോൾ വളരെയധികം വ്യത്യാസം അനുഭവപ്പെടും. ഈ ലിനക്സ് യൂസർ എന്ന നിലയിൽ ഇത് എനിക്ക് മാക്ബുക്ക് യൂസ് ചെയ്യാൻ പറ്റി. പക്ഷെ നിങ്ങൾ വിൻഡോസിൽ നിന്ന് വരുന്നവരാണെങ്കിൽ വളരെയധികം ഡിഫിക്കൽട്ടി നിങ്ങൾ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എന്തെന്ന് പറയുമ്പോൾ വിൻഡോസിന്റെ UI UX ഒക്കെ വളരെ എളുപ്പമാണെന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഇൻസെന്റ്ലി ഗുഡ്. സോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ M1 മേടിക്കാം. ഇപ്പൊ നിങ്ങളൊരു വെബ് ഡെവലപ്പർ ആണ്, നിങ്ങൾക്ക് M1 മേടിക്കാം. നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ എന്തായാലും 5-6 വർഷം, നിങ്ങളുടെ യൂസ് അനുസരിച്ച് 5-6 വർഷം ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഗെയിമിങ്ങിനാണെങ്കിൽ എന്തായാലും മാക്ബുക്ക് മേടിക്കരുത്. സോ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയും എങ്ങനെ ഇതേപോലെ ഒലാമ ഇൻസ്റ്റോൾ ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ലാമ 3.2 ബില്യൺ പാരാമീറ്റർ മോഡൽ എങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യുമെന്ന് നമ്മൾ പറയും. സോ ആ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. സോ ഗുഡ് ബൈ.